ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇനി നമുക്ക് കണ്ണാടി പോലെയുള്ള ഒരു ഫ്രൂട്ട് കേക്ക് നോക്കിയാലോ? നല്ല രസമുണ്ടല്ലേ കാണാൻ? അപ്പോൾ നമുക്ക് ഈ മനോഹരമായ ജെല്ലി ഫ്രൂട്ട് കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 50 ഗ്രാം ജെലാറ്റിൻ വാങ്ങിയിട്ടുണ്ട്. അൺഫ്ലേവേർഡ് ആയിട്ടുള്ള ജെലാറ്റിൻ ആണ് ഞാനിവിടെ വാങ്ങിച്ചിട്ടുള്ളത്. പ്രത്യേക രുചികളൊന്നും ഇതിലില്ല. നമുക്ക് ഇത് 5 പാക്കറ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഓരോ പാക്കറ്റും 10 ഗ്രാം വീതമാണ്. അങ്ങനെ 5 പാക്കറ്റ്. അപ്പോൾ ഈ 5 പാക്കറ്റ് ഞാൻ ഒരു ബൗളിലേക്ക് ഒന്ന് പൊട്ടിച്ചിടുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 50 ml വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് സോക്കായിട്ട് കിട്ടണം. സാധാ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു 50 ml കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ജെലാറ്റിൻ ഇവിടെ സോക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു പാത്രത്തിൽ 3/4 ലിറ്റർ വെള്ളം എടുക്കുക. അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓൺ ആക്കി ഈ പഞ്ചസാര എല്ലാം നന്നായിട്ട് ഇതിൽ മിക്സ് ആകുന്നിടം വരെ ഒന്ന് ചൂടാക്കാം. ഇപ്പോൾ പഞ്ചസാര എല്ലാം നന്നായിട്ട് ഇതിൽ ലയിച്ച് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ കുതിർന്ന ജെലാറ്റിൻ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ വെള്ളത്തിൽ ഈ ജെലാറ്റിൻ നന്നായിട്ട് ലയിച്ച് ചേർത്തക്ക വണ്ണം നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഇതിൽ ലയിച്ച് ചേർന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. തണുത്തു പോയാൽ പെട്ടെന്ന് അങ്ങ് കട്ട പിടിക്കും. അതുകൊണ്ട് അതവിടെ ഇരിക്കട്ടെ. ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് ഇതിലേക്ക് യൂസ് ചെയ്യാം. അതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതുപോലൊരു ഗ്ലാസ് ബൗളിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ജെല്ലി മിക്സ് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് ഒരു 3 തവി ഞാനിതിൽ ഒഴിച്ചു കൊടുത്ത് 10 മിനിറ്റ് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇതിലിങ്ങനെ ഫ്രൂട്ട്സ് ഇടുന്നത്. നമ്മൾ ഇടുമ്പോൾ ഈ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത ഭാഗം താഴേക്ക് വരത്തക്ക വണ്ണം ഇട്ട് കൊടുക്കുക. എല്ലാ ഫ്രൂട്ട്സും സ്പ്രെഡ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. താഴ്വശമാണല്ലോ നമ്മൾ കട്ട് ചെയ്യാൻ നേരത്ത് മുകളിൽ വരുന്നത്. അപ്പം നല്ലൊരു ഭംഗി കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഓരോ ലെയർ കഴിയുമ്പോൾ നമുക്ക് ഈ ജെല്ലി മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കിവി ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബനാന കഷ്ണങ്ങൾ, അതായത് ഏത്തപ്പഴം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഓറഞ്ച് കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാതള നാരങ്ങ ചേർത്ത് കൊടുക്കാം. കുറച്ച് റെഡ് ആപ്പിൾ കഷ്ണങ്ങൾ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് പിയർ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഈ ഗ്ലാസ് ബൗള് ഫ്രൂട്ട്സുകൾ കൊണ്ട് നിറയ്ക്കണം. ഇടയ്ക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ജെല്ലി മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം.
ഈ ജെലാറ്റിൻ മിക്സിലേക്ക് ഞാൻ കളറൊന്നും ചേർക്കുന്നില്ല. ഏറ്റവും മുകളിലത്തെ ലെയർ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കഷ്ണങ്ങൾ കൊണ്ട് ഞാൻ ഫില്ല് ചെയ്യുകയാണ്. ഈ ഫ്രൂട്ട് കേക്ക് റെഡിയായി വരുമ്പോൾ ഏറ്റവും താഴത്തെ ലെയർ നല്ലപോലെ പിങ്ക് കളറിലായിരിക്കും. അതുപോലെ തന്നെ ഞാൻ ഈ ജെലാറ്റിനിലേക്ക് ഫ്ലേവേഴ്സ് ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ ഇതിന് കിട്ടും. അപ്പോൾ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ ഗ്ലാസ് ബൗൾ ഇപ്പോൾ ഫുള്ള് നിറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. അതിനുശേഷം ഒരു നൈറ്റ് ഫുള്ള് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇത് റെഡി ആയിട്ട് കിട്ടാനായിട്ട് ഏകദേശം ഒരു 7-8 മണിക്കൂർ വേണ്ടി വന്നു. ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ 2 hours കൊണ്ട് നമുക്കിത് റെഡിയായി കിട്ടും. അങ്ങനെ മനോഹരമായ കണ്ണാടി കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ സൈഡ് വശമൊക്കെ ഒരു കത്തി ഉപയോഗിച്ചൊന്ന് വിടുവിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ബൗളിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് വരാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ ബൗൾ കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഇത് നമുക്ക് വിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ ഗ്ലാസ് ബൗളിൽ നിന്നും നമ്മുടെ കേക്ക് പുറത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. കാണാൻ നല്ല ഭംഗിയായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ മധുരം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ഗ്ലാസ് കേക്ക് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീണ്ടും ഒരു റെസിപ്പിയുമായി കാണുമ്പോഴേക്കും ബൈ ബൈ.